നമസ്കാരം. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി.വി.കെ നേതാവും നടനുമായ വിജയ് 2 മണ്ഡലങ്ങളിൽ മത്സരിക്കും. പെരുമ്പൂരിലും തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലുമാണ് വിജയ് മത്സരിക്കുക. ജനറൽ സെക്രട്ടറി എൻ ആനന്ദ് ടി നഗറിൽ നിന്നും ട്രഷറർ വെങ്കട്ട് രമണൻ മൈലാപ്പൂരിൽ നിന്നും മത്സരിക്കും. അധവ് അർജുന വില്ലിവാക്കത്ത് നിന്നാണ് മത്സരിക്കുക. AIADMKയിൽ നിന്നെത്തിയ മുതിർന്ന നേതാവായ സെങ്കട്ടയ്യൻ ഗോപി ചെട്ടിപ്പാളയത്ത് മത്സരിക്കും. സി ജോസഫ് വിജയ് എന്ന പേരിലാണ് താൻ മത്സരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ചെന്നൈയിൽ നടന്ന റാലിയിൽ സ്ഥാനാർത്ഥിത്വം വിജയ് പ്രഖ്യാപിച്ചത്. ടി.വി.കെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്നത് തനിക്ക് ചെയ്യും പോലെയാണെന്നും തന്നെ പോലെ തന്നെ എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമെന്നും വിജയ് അഭ്യർത്ഥിച്ചു. തനിക്കെതിരായ അനീതികൾക്ക് മറുപടി നൽകണം, തമിഴ്നാടിന്റെ ഭാവിക്കായി വോട്ട് ചെയ്യണമെന്നും വിജയ് ആവശ്യപ്പെട്ടു. ലഹരിയില്ലാത്ത തമിഴ്നാട്, ഉന്നത വിദ്യാഭ്യാസത്തിന് 20 ലക്ഷം രൂപ എന്നിങ്ങനെയെല്ലാമാണ് വിജയുടെ ഗ്യാരണ്ടികൾ. വടക്കൻ ചെന്നൈയിലെ DMK കോട്ടയാണ് പെരമ്പൂർ. 2021 മണ്ഡലത്തിൽ DMKയുടെ ഭൂരിപക്ഷം 54,976 ആണ്. സിറ്റിംഗ് MLA R.D. ശേഖറാണ് ഇവിടെ DMK സ്ഥാനാർത്ഥി. 1967 ശേഷം പെരമ്പൂരിൽ AIADMK ജയിച്ചത് 2 തവണ മാത്രമാണ്. ഇത്തവണ AIADMK മുന്നണിയിൽ മത്സരിക്കുന്നത് PMK ആണ്. ചെന്നൈയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മണ്ഡലം കൂടിയാണിത്. SIR-ലൂടെ 25% വോട്ടർമാരെ നീക്കിയിരുന്നു. 2011 നിലവിൽ വന്ന മണ്ഡലമാണ് തിരുച്ചിറപ്പള്ളി ഈസ്റ്റ്. 2011 2016 AIADMK ജയിച്ചു. 2021 DMKക്ക് 53,797 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ച മണ്ഡലമാണിത്. 29 വയസ്സ് കഴിഞ്ഞിട്ടും ജോലി ലഭിക്കാത്തവർക്ക് മാസം 4,000 രൂപ, ഡിപ്ലോമ ഡിഗ്രി ഉള്ളവർക്ക് മാസം 2,500 രൂപ, 75% തമിഴ് തൊഴിലാളികൾ ഉള്ള സ്വകാര്യ കമ്പനികൾക്ക് വൈദ്യുതി ബില്ലിൽ ഇളവ് എന്നിങ്ങനെയാണ് പ്രഖ്യാപനങ്ങൾ. പ്രധാന മത്സരം ടി.വി.കെയും DMKയും തമ്മിലാണെന്നും വിജയ് പറഞ്ഞു. ജനങ്ങളെ സംരക്ഷിക്കാൻ പോകുന്നവരെ പ്രഖ്യാപിക്കുകയാണെന്നാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പായി വിജയ് പറഞ്ഞത്. തങ്ങളുടെ സ്ഥാനാർത്ഥികൾ സാധാരണക്കാരാണ്, അവർ വലിയ സമ്പത്തോ പദവിയൊന്നും ഉള്ളവരല്ല, എന്നാൽ സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകൾ അറിയുന്നവരാണെന്നും വിജയ് പറഞ്ഞു. ടി.വി.കെ സ്ഥാനാർത്ഥികൾ അഴിമതിക്കാരല്ല എന്നും വിജയ് ആവർത്തിച്ചു. പൊതു പണം പാഴാക്കില്ല എന്നും വഴിവിട്ട് ചിലവാക്കില്ല എന്നും പറഞ്ഞ വിജയ് തങ്ങൾ അഴിമതിയിൽ ഏർപ്പെടില്ലെന്നും സ്ത്രീ സൗഹൃദ ലഹരി വിരുദ്ധ തമിഴ്നാടിനെ സൃഷ്ടിക്കുമെന്നും ഉറപ്പു നൽകി. അതേസമയം തെരഞ്ഞെടുപ്പിലേക്കുള്ള സീറ്റ് വിഭജനം പൂർത്തിയാക്കിയതിന് പിന്നാലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക DMK കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. DMK അധ്യക്ഷൻ കൂടിയായ മുഖ്യമന്ത്രി M.K. സ്റ്റാലിനാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. ആകെ 234 സീറ്റുകളുള്ള തമിഴ്നാട്ടിൽ നിയമസഭയിൽ 124 മണ്ഡലങ്ങളിലാണ് DMK മത്സരിക്കുന്നത്. മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ കൊളത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ ചെപ്പോക്കിൽ നിന്നുമാണ് ജനവിധി തേടുക. AIADMK വിട്ട് കഴിഞ്ഞ മാസം DMKയിൽ ചേർന്ന മുൻ മുഖ്യമന്ത്രി O. പനീർസെൽവം ബോഡിനായ്ക്കന്നൂർ മണ്ഡലത്തിൽ നിന്നാണ് DMK സ്ഥാനാർത്ഥിയായി മത്സരിക്കുക. മുൻമന്ത്രി സെന്തിൽ ബാലാജി കോയമ്പത്തൂർ സൗത്ത് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടും. എന്തായാലും തമിഴ്നാടും ജനവിധി തേടാനായിട്ട് ഒരുങ്ങുകയാണ്. നിയമസഭാ സമ്മേളനം അടുത്തിരിക്കുന്ന സാഹചര്യമാണുള്ളത്. വിജയ് എന്തായാലും മത്സരിക്കുകയാണ്. കന്നി അംഗത്തിൽ കൂടുതൽ ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിജയ് ഇത്തവണ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. അദ്ദേഹം എന്തായാലും മത്സരിക്കുന്നു. ഏതായാലും ടി.വി.കെയുടെ ആദ്യ മുഖ്യമന്ത്രിയായി വിജയ് എത്തും. ടി.വി.കെ മികച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമെന്നാണ് വിജയ് പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട്ടിൽ എന്തായാലും മിശ്ര അഭിപ്രായമാണ്. ടി.വി.കെയെ പിന്തുണച്ചുകൊണ്ട് നിരവധി യുവജനങ്ങളാണ് രംഗത്ത് വരുന്നത്.